പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 19 വർഷത്തോളം മാത്രം പഴക്കമുള്ള കെട്ടിടം ശോചനീയാവസ്ഥയിൽ. ICUവും വാർഡുകളും അടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തുടരുന്നത്. 4 വർഷം മുമ്പ് ബലക്ഷ്യം കണ്ടെത്തിയെങ്കിലും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് ഈയിടെ മാത്രമാണ്. കഴിഞ്ഞ മാസം ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കെട്ടിടത്തിൽ നിന്ന് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റുമെന്ന് പറഞ്ഞെങ്കിലും ഫലം ഉണ്ടായില്ല. ജനറൽ ആശുപത്രി വളപ്പിലെ B&C കെട്ടിടത്തിനാണ് ബലക്ഷയം. കോൺക്രീറ്റ് തൂണുകളിൽ ദ്രവിച്ച കമ്പികൾ പുറത്തു കാണാം. അപകടാവസ്ഥയിലുള്ള ഈ 4 നില കെട്ടിടത്തിലാണ് ഗൈനക്കോളജി, കുട്ടികളുടെ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്ന B&C ബ്ലോക്കിൽ മേൽക്കൂര അടർന്നു വീണിരുന്നു. അന്ന് ഗർഭിണിയും ഭർത്താവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പിന്നാലെ ഈ ഭാഗത്തേക്കുള്ള വഴി അടച്ചു. എന്നാൽ ശുചിമുറികൾ ഇവിടെയായതിനാൽ അങ്ങോട്ട് പോകാതിരിക്കാനും കഴിയില്ല. പത്തനംതിട്ട ഇപ്പോൾ B&C ബ്ലോക്കിൽ 100 കണക്കിന് രോഗികളെ ചികിത്സിപ്പിക്കുന്നുണ്ട്. അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അങ്ങനെ 200-300-ൽ പരം ആൾക്കാർ ഒരേ സമയം ആ ബ്ലോക്കിലുണ്ട്. അവിടെ എന്തെങ്കിലും ആ കെട്ടിടത്തിന് പറ്റുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിനാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം സമീപത്ത് ആരംഭിച്ചിരുന്നു. എന്നാൽ എന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് പുതിയ ബ്ലോക്കിലേക്ക് മാറാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന ഉപകരണങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കഴിഞ്ഞ മാസം ആരോഗ്യമന്ത്രി ജനറൽ ആശുപത്രി സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആശുപത്രിയുടെ പ്രവർത്തനം കെട്ടിടത്തിൽ നിന്ന് ഉടൻ മാറ്റുമെന്നും അന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ ഇത് സംബന്ധിച്ച ഉത്തരവുകൾ പുറത്തിറങ്ങിയിട്ടില്ല. സർക്കാർ ഉത്തരവുണ്ടായാലേ മറ്റൊരിടത്തേക്ക് പ്രവർത്തനം മാറ്റാനാകൂ എന്നാണ് ആശുപത്രിയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. AV ജയശങ്കർ, 24, പത്തനംതിട്ട.